ഇറക്കുമതി തീരുവ 15% വർദ്ധിപ്പിച്ചതിന് പിന്നാലെ കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ ഉച്ചയോടെ ആശ്വാസം. ഗ്രാമിന് 500 രൂപ കുറഞ്ഞ് 14,890 രൂപയിലെത്തി. പവൻ വില 4,000 രൂപ കുറഞ്ഞ് 1,19,120 രൂപയാണ്. ഇന്നൊറ്റ ദിവസം കൊണ്ട് ഇന്ന് രാവിലെ 22 ക്യാരറ്റ് സ്വർണം പവന് 10,200 രൂപ വർദ്ധിച്ചിരുന്നു. ഗ്രാമിന് 1,275 രൂപയും കൂടി. ഈ മാസത്തെ ഏറ്റവും വലിയ സ്വർണ്ണ വിലയാണിത്. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം വില വർദ്ധിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നത്. പുതിയ മാറ്റത്തോടെ ഇന്നലത്തെ വിലയേക്കാൾ ഇന്ന് വർദ്ധിച്ചത് 6,200 രൂപയായി ചുരുങ്ങി. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വില നിലവാരം, രൂപയുടെ വിനിമയ നിരക്ക്, ബാങ്ക് നിരക്കുകൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് നിരക്ക് പുനഃക്രമീകരിച്ചു. ഇതോടുകൂടിയാണ് മാറ്റം സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. സ്വർണ്ണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രം ഇറക്കുമതി തീരുവ കൂട്ടിയത്. സ്വർണ്ണ ഇറക്കുമതി തീരുവ 6 നിന്നും 15% ഉയർത്തിയതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പുണ്ടായത്. ഗ്രാമിന് 1,275 രൂപ വർദ്ധിച്ച് 15,390 രൂപയായി. പവൻ വില 10,200 രൂപ കയറി 1,23,120 രൂപയിലെത്തി. കേരളത്തിൽ ഒറ്റ ദിവസത്തിൽ ഇത്രയും വില കൂടുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. രാജ്യാന്തര വിപണിയിൽ കൂടി സ്വർണ്ണവില വർദ്ധിച്ചെങ്കിൽ സംസ്ഥാനത്തെ നിരക്ക് ഇതിലും കൂടുമായിരുന്നു. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില രേഖപ്പെടുത്തിയത് മെയ് 5-നായിരുന്നു. 1,09,400 രൂപയായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ അന്നത്തെ വില. വെള്ളിയുടെ വിലയിലും വലിയ വർധനവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കായി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് പിടിച്ചു നിർത്താനും വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനുമാണ് നീക്കമെന്നാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. തീരുമാനത്തിന് പിറകെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൽ 0.3% നേട്ടവും പ്രതിഫലിച്ചിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.